പുതിയ പൊളിറ്റിക്കൽ നായകനായ വിജയ് പൊളിറ്റിക്കലിൽ വന്നതിന് ശേഷം, രാഷ്ട്രീയത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് കൊടുത്ത ഇന്റർവ്യൂ ആണ് NDTVക്ക്. അപ്പോൾ NDTVയിൽ നിന്ന് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉണ്ട്. എന്താണ് വിജയിനോട് ചോദിച്ചതെന്നും വിജയ് എന്താണ് അത് ആൻസർ ചെയ്തെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. സ്റ്റാർട്ടിങ്ങിനെ ചോദിച്ച ചോദ്യം, ജനനായകൻ ഇഷ്യൂനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ്. ജനനായകൻ ഇഷ്യൂ നമുക്കറിയാലോ, ഈ മൂവി കുറച്ച് മാസങ്ങളായിട്ട് Jan 9 റിലീസ് ആവാനുണ്ടായിരുന്ന മൂവിയായിരുന്നു. സം പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം പോസ്റ്റ്പോൺ ചെയ്തു. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചത്. വിജയ് ഭയങ്കര സ്മാർട്ടായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കലി ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും എൻ്റെ മൂവീസിനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. സോ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് റെഡിയാണ്, എല്ലാം നേരിടാനുള്ളതുണ്ട്. അറ്റ് ദ സെയിം ടൈം പ്രൊഡ്യൂസറിന് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫീൽസ് ബാഡ് ഫോർ ഹിം എന്നുള്ള രീതിയിലും റെസ്പോണ്ട് ചെയ്തു. കരൂർ ഇൻസിഡന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചിട്ടുണ്ട്. കരൂരിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു വിജയിൻ്റെ റാലി കാരണം. സോ കരൂർ ഇൻസിഡന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ അതിനുള്ള ആൻസർ അതെനിക്ക് എനിക്ക് ഇപ്പോഴും അതൊരു ഷോക്കിംഗ് ഹോറിബിളാണ്. ഞാൻ ഇനിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. ആള് റിയാക്ട് ചെയ്യാൻ എന്താ ടൈം എടുത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒബ്വിയസ്ലി സെയിം അത് തന്നെയാണ്. ഫീൽഡിൽ പുതിയതാണ്, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു സംതിങ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഫീലിംഗ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ എനിക്കത് കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ അതിന് കുറച്ച് ടൈം എടുത്തെന്നുള്ള രീതിയിലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻസ്പയർസ് യു? ആരാണ് നിങ്ങളെ കുറച്ചുകൂടി ഇൻസ്പയർ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ വിജയൻ്റെ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്. ഫസ്റ്റ് കൊടുത്തത് ഷാറുഖ് ഖാൻ. ക്ലാരിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഷാറുഖ് ഖാനെയാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ദ ലീഡേഴ്സ് MGR, ജയലളിത, പിന്നെ കലൈஞർ, കരുണാനിധി. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. DMKയും TVക്കും തമ്മിലാണ് ഒരു ക്ലാഷ് എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് കരുണാനിധി. ഓഫ് കോഴ്സ് സ്റ്റാലിൻ ചെയ്യുന്നതുകൊണ്ട് കരുണാനിധിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം കരുണാനിധി ഈസ് എ ഗുഡ് ലീഡർ. സോ നിങ്ങൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ കുറിച്ച് ജനങ്ങൾ എന്താണ് ഊഹിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കണമെന്ന് ചോദിച്ചപ്പോൾ സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഞാൻ എൻ്റെ ഫോക്കസ് രാഷ്ട്രീയമാണ്. മൂവീസൊക്കെ ഞാൻ ക്വിറ്റ് ചെയ്തു. സോ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡിയോളജി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ സ്ട്രൈറ്റ് ആണോ? അതിനൊരു ഒറ്റ ഉത്തരവ് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഏത് ഭാഗമല്ല. പീപ്പിൾസിൻ്റെ പ്രശ്നമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു ആളാണെന്നുള്ള രീതിയിൽ കൊടുത്തു. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആർ യു ട്രൈങ് ടു ബി എ കിങ് മേക്കർ ഇൻ തമിഴ്നാടു? നിങ്ങളൊരു വലിയ രാജാവോ അല്ലെങ്കിൽ കിങ് മേക്കറോ എന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടാണോ ഈ പൊളിറ്റിക്സ് ട്രൈ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര ക്ലവറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്, അല്ലാതെ ഇവിടെ ഒരു കിങ് മേക്കർ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള ഈ ഒരു ഇലക്ഷൻ ഷോർട്ട് ടേം ആണോ അതോ ലോങ് ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം, ഞാൻ ഭയങ്കര ബോധപൂർവമാണ് എൻ്റെ 33 വർഷത്തെ സിനിമ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ, രാഷ്ട്രീയമാണ് എൻ്റെ എല്ലാം. രാഷ്ട്രീയമാണ് ഞാൻ ഇനി മുഴുവനായിട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ജേണി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് എന്തിനാണ് ഇപ്പോൾ ഒരു നാഷണൽ മീഡിയ ആയിട്ട് ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇതൊരു മോക്ക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ റാലിയിലോ അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുന്നതിലും എല്ലാം തെളിച്ച് പറയുന്നുണ്ട് എന്നുള്ളൊരു ആൻസറും പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറയാനുമുണ്ട് എന്നുള്ള ഒരു സൈലന്റ് തീം ഓർ സൈലന്റ് ഇൻഫർമേഷനും ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ് ഇൻ 2026 തമിഴ്നാട്.